ആംബുലൻസ് തടഞ്ഞുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് ചികിത്സ വൈകി തിരുവനന്തപുരത്ത് ആദിവാസി യുവാവ് മരിച്ചു. തിരുവനന്തപുരം വിതുര മണലി സ്വദേശി ബിനുവാണ് മരിച്ചത്. നേരത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷിക്കാമായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. ആത്മഹത്യക്ക് ശ്രമിച്ച ബിനുവിനെ ഉച്ചയോടെ വിതുര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം. 20 മിനിറ്റോളം ആംബുലൻസ് തടഞ്ഞു നിർത്തി പ്രതിഷേധിച്ചു. രോഗിയുടെ അവസ്ഥ പറയാൻ ശ്രമിച്ച ആശുപത്രി ജീവനക്കാരോടും പ്രതിഷേധക്കാർ തട്ടിക്കയറി. പ്രതിഷേധങ്ങളെല്ലാം കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. പിന്നാലെ ബിനു മരിച്ചു. ഞങ്ങൾ 108 കസ്റ്റമർ കെയർ വിളിച്ച് 108 വന്ന് കയറ്റാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് ഒരു പ്രവർത്തകർ വന്ന് തടഞ്ഞ് പോകാൻ പറ്റത്തില്ല, വണ്ടിക്ക് ടയറില്ല, ഇൻഷുറൻസ് ഇല്ല, ആരെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഒരു 10-20 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു. കാഷ്വാലിറ്റി കയറ്റി ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ രോഗി മരിച്ചായിരുന്നു. അപ്പോൾ അവർ ഇവിടുത്തെ ഡോക്ടറും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് മുമ്പ് നിങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒന്ന് നോക്കാണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആശുപത്രി അധികൃതർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വിതുര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ബന്ധുക്കളും പരാതി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതൊരു മര്യാദയുടെയല്ലേ, ഇത് കാണിക്കാൻ പറ്റുന്നതല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ഇതൊന്നും നമ്മുടെ വണ്ടിയല്ല അത്. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, വണ്ടിക്ക് ഫിറ്റ്നസ് ഉണ്ടോ ഇല്ലെന്നുള്ള ഒരു സീരിയസ് ആയിട്ട് രോഗിയെ കൊണ്ടുപോകുമ്പോൾ അത് കടത്തി വിട്ടിട്ട് അവർ പിന്നെ വരുമ്പോഴും വണ്ടി ചേർക്കട്ടെ, അതല്ലേ ഒരു മര്യാദയത്. ഇതില്ലാതെ കാണിക്കാന്ന് പറഞ്ഞാൽ തിണ്ണവീട് കാണിച്ച ഒരു ഗുണ്ടായുസം കാണിച്ചാണെന്നല്ല. അതൊന്നും ഞങ്ങളെപ്പോലുള്ളവരാരും സപ്പോർട്ട് ചെയ്യില്ല. അത് കേസുമായിട്ട് മുന്നോട്ട് വന്നു തന്നെയാണ്. HMC ഇപ്പം അടുത്ത് കൂടാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആംബുലൻസിന്റെ കാലപ്പഴക്കവും ഇൻഷുറൻസ് തീർന്നതും ആരോപിച്ചായിരുന്നു കോൺഗ്രസ് വിതുര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയത്. ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത്. എന്ത് കാര്യമാണെങ്കിലും ആംബുലൻസ് തടഞ്ഞ് പ്രതിഷേധിക്കാൻ പാടില്ല എന്ന സാമാന്യ ബോധം രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാകണം. പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.